പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം പുതിയ മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പത്തനംതിട്ട MP ആന്റോ ആന്റണി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ CDS ഓഫീസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. പൂഞ്ഞാർ എന്ന് പറയുന്നത് ഒരു രാജ്യ തലസ്ഥാനമാണ്. പൂഞ്ഞാറിന്റെ ഖ്യാതി ഈ കേരളം മാത്രമല്ല, അതിർത്തികൾ കടന്നു ഈ പൂഞ്ഞാറിന്റെ ഖ്യാതി വ്യാപിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ചരിത്രത്തിന്റെ കുത്തൊഴുക്കിൽ പൂഞ്ഞാറിന്റെ പ്രാധാന്യം കുറയും. പൂഞ്ഞാറ് ഭരണ തലസ്ഥാനം എന്ന നിലയിൽ നിന്ന് ഒരു ഗ്രാമീണ തലസ്ഥാനമായി മാറുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. പൂഞ്ഞാർ ആഗ്രഹിച്ച വികസനങ്ങൾ പൂർണ്ണമായി പൂഞ്ഞാറിൽ എത്തിച്ചേർന്നത് ഇനി പൂഞ്ഞാറിന്റെ ഒരു സുവർണ കാലഘട്ടമാണ്. കാരണം നമുക്ക് പുതിയ ഒരു MLA നമുക്ക് പൂഞ്ഞാറിൽ ലഭിച്ചിരിക്കുന്നു. ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമുള്ള ഒരു MLA ആണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ വികസനവുമായി ചേർന്ന് നിൽക്കുന്ന വലിയൊരു നിര ഇവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കം ഇന്നത്തെ ഈ തുടക്കത്തോടൊപ്പം ആരംഭിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാറ്. നിങ്ങൾക്കറിയാം, നീണ്ട 12 വർഷത്തോളം എടുത്തിട്ടുണ്ടാവും ഇതൊന്ന് മാറുവാനായിട്ട്. ഇതാണ് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ കൃത്യമായ പ്ലാനും അതിന് വേണ്ടുന്ന ഫണ്ടും ഇവിടെ ഉണ്ടാകണം. അത് പലപ്പോഴും ഉണ്ടാവില്ല. നമ്മൾ പദ്ധതി തയ്യാറാക്കും, അതിനകത്ത് 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ്, 50 ലക്ഷം കണ്ടെത്തും, ബാക്കി 50 ലക്ഷം പിന്നെ 5 വർഷം 10 വർഷം വരുന്നത്. അതാണ് ഈ പദ്ധതികളുടെ പ്രശ്നം. അത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായി ഞാൻ കണ്ട ഒരു പ്രശ്നം. നമ്മുടെ ഇവിടെ 1450 കോടി രൂപയുടെ ജൽജീവൻ മിഷൻ പദ്ധതി കഴിഞ്ഞ ദിവസം അതിന്റെ മീറ്റിംഗ് ഇവിടെ വിളിച്ചിരുന്നു. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം നിങ്ങൾക്കറിയാം, വലിയ സമരങ്ങളും പ്രകടനങ്ങളും നടന്നു. നമ്മുടെ പൂഞ്ഞാർ വെട്ടിപ്പറമ്പ് റോഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുക. അതെന്താ പ്രശ്നം? ആദ്യമായി ഇതിനൊരു കൃത്യമായ എസ്റ്റിമേറ്റും പ്ലാനും വർക്കിംഗ് ഓർഡറും ഉണ്ടാകണമായിരുന്നു. അവിടെ വന്ന അപകടകരമായ കാര്യം, നിലവില് പമ്പിംഗ് സിസ്റ്റം, മലങ്കരയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന സിസ്റ്റം പൂർണ്ണമായി വർക്കായിട്ടില്ല. 50% വർക്കായിരിക്കുന്നത്. കൂടാതെ മെയിൻ ടാങ്ക് ഉൾപ്പെടെ 27 ടാങ്കുകൾ തീരാനുണ്ട്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പനച്ചിപ്പാറ ടൗണിലാണ് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പുത്തൻ കൈപ്പുഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീകല R, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോൺസൺ ചെറുവള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ്സ് കറിയ, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VP നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ക്ലിന്റ് അരിപ്ലാക്കൽ, ഗീത നോബിൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് മുതിർന്ന അധ്യാപകരെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. i4 ന്യൂസ്, പാലാ.